ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലെമൺ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണണം. കണ്ടിട്ട് ഇതുപോലെ കേക്ക് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ. നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ബെല്ലൈക്കണിലെ ഓൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിപ്പം 2 നാരങ്ങയുടെ തൊലി ചീവി വെച്ചിട്ടുണ്ട്. പുറത്തെ ആ തൊലി മാത്രമാണ് ചീവി വെച്ചിരിക്കുന്നത്. ആ അകത്തുള്ള വൈറ്റ് പാർട്ട് കിട്ടാൻ പാടില്ല. 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തൈരില്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാലിലോട്ട് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബട്ടർ മിൽക്ക് കിട്ടും. അത് മതി കേട്ടോ. ഇനി 1/2 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. 1/2 കപ്പ് വെളിച്ചെണ്ണ എടുക്കരുത്. പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ വേണം. വാനില എസൻസ് വേണം. ഈ 3 മുട്ട കൂടി വേണം കേട്ടോ. 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേക്ക് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. ഇത്രയാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടത്. ഈ മൈദയിലോട്ട് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊരു 3 തവണ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. അപ്പോഴേ നമുക്ക് കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. അരിച്ചത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിൽ വെള്ളമൊന്നും പാടില്ല കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളായിരിക്കണം. അതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം ഗ്രാനുലേറ്റഡ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്, പൊടിച്ച പഞ്ചസാരയല്ല. അതിലോട്ട് ബട്ടറും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് അതിൽ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ വിസ്ക് കൊണ്ടൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുത്താൽ മതി. പഞ്ചസാരയും ബട്ടറും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഇതാ പഞ്ചസാരയും ബട്ടറും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഓരോ മുട്ട വീതം ചേർത്ത് കൊടുക്കാം. ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 മുട്ട ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. ഓരോ മുട്ട വീതം വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് 2 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. മുട്ട ഇട്ട് അധികം നേരം ബീറ്റ് ചെയ്താൽ ചിലപ്പോൾ ബാറ്ററി പിരിഞ്ഞു പോകും. ഓരോ മുട്ട വീതം ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബീറ്റ് ആയതിനു ശേഷം ഇതിലോട്ട് ഇപ്പോൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നാരങ്ങയുടെ തൊലി ചീവി വെച്ചതുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് 1 സെക്കൻഡോളം മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അധിക സമയം ബീറ്റ് ചെയ്യരുത് കേട്ടോ. ഇനി തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറേശ്ശെയായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ ബീറ്റ് വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഒരു സ്പാച്ചിലയാണ് കയ്യിലുള്ളെങ്കിൽ സ്പാച്ചില കൊണ്ടൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി ഇത് പാനിലോട്ട് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ 7 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. 7 ഇഞ്ചിൻ്റെ പാനിലാണ് ഞാൻ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു സമയം ഞാൻ ഓവന് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കേക്കിനെ ഓവനിലോട്ട് മാറ്റി ഒരു 30 മിനിറ്റാണ് എനിക്കൊരു കേക്ക് ബേക്ക് ആയി കിട്ടാൻ വേണ്ടി എടുത്ത സമയം. 150 ഡിഗ്രി തന്നെ കേട്ടോ. 30 മിനിറ്റിന് ശേഷം കണ്ട നല്ല കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടി കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഓവൻ ഇല്ലാത്തവർക്കും ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാം. സ്റ്റൗ ടോപ്പിൽ റെഡിയാക്കി എടുക്കാം. ഇതിന് മുൻപ് ഞാൻ സ്റ്റൗ ടോപ്പിൽ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം കേട്ടോ. എന്നിട്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ഒരു കേക്ക് നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. മുട്ടയുടെ ചൊഴിയൊന്നും ഉണ്ടാവില്ല. അടിപൊളി കേക്കാണ്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു കേക്ക് റെഡിയാക്കി നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെറുതെ ഇട്ട് കൊടുത്താണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.